ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ICUവിൽ കിടക്കുന്ന പ്രകാശിനെ കാണാൻ വേണ്ടിയിട്ട് ഭാനുമതി അമ്മ കയറുകയാണ്. അപ്പം മകൻ്റെ ആ ഒരു അവസ്ഥ കണ്ട സമയത്ത് ആ അമ്മയുടെ നെഞ്ച് പൊട്ടുന്നുണ്ടായിരുന്നു. അവർ മകൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, മോനെ പ്രകാശ എങ്ങനെയുണ്ടടാ? അപ്പം പ്രകാശൻ പറയുന്നുണ്ട്, നെഞ്ച് പൊട്ടുന്ന വേദന അമ്മേ, സഹിക്കാൻ വയ്യ. പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞിട്ട് പോലും അയാൾ കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ എവിടെ പോയി പൈസ ചോദിക്കാനാടാ? അവർ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ പ്രകാശൻ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ തലതിരിക്കുകയാണ്. അവസാന പ്രതീക്ഷയെന്നോട് അവർ ചോദിക്കുന്നുണ്ട്, ബാലനെ വിളിച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോടാ മോനെ? അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? ഒരു പ്രയോജനം ഉണ്ടാവില്ല, പ്രകാശൻ വേദനക്കിടയിലും പറയുകയാണ്. അപ്പോൾ അതിനുശേഷം അവർ മകനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇങ്ങനെ പെട്ടെന്ന് നെഞ്ചുവേദന വരാൻ കാരണം? എന്താ മോനെ സംഭവിച്ചത്? അല്ല അവനെവിടെ വിക്രം? അപ്പോൾ പ്രകാശൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് കോടതി വിധി വന്നില്ലായിരുന്നോ? അതിനെക്കുറിച്ച് നീ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ പ്രകാശൻ സഹിക്കാൻ പറ്റാത്ത സങ്കടത്തോടെ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ തീരെ വയ്യ അമ്മേ. അധികം സംസാരിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ പുറത്തു പോയി നിൽക്ക്. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പുറത്തു പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ, എവിടുന്നെങ്കിലും പൈസ സംഘടിപ്പിച്ചല്ലേ പറ്റൂ. ഇനി ആരുടെയെങ്കിലും കാല് പിടിക്കണം, അല്ലാതെ എന്ത് ചെയ്യാനാ? വല്ലാത്തൊരു കഷ്ടപ്പാടായി പോയല്ലോടാ നമ്മുടെ ജീവിതം. അവർ കരഞ്ഞുകൊണ്ട് അതും പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയിൽ കിടക്കുകയാണ് പ്രകാശ്. സഹിക്കാൻ വയ്യാത്ത നെഞ്ചുവേദന ഒപ്പം തന്നെ ഉണ്ട്. പുറത്തിറങ്ങിയതിന് ശേഷം ചുറ്റിലും നോക്കുകയാണ് ഭാനുമതി. അവിടെ ആരും തന്നെ ഇല്ല. അവർ സ്വയം പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് സോണി അതുവഴി പാസ് ചെയ്ത് പോകുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ അവർ വിളിക്കുകയാണ്, മോളെ സോണി. അപ്പോൾ സോണി അവരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിവിടെ? എൻ്റെ പ്രകാശൻ ICU കിടക്കുക മോളെ, എന്താ കാര്യം എന്നറിയത്തില്ല. അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് സോണിയോട്. വിക്രമായിട്ട് കോടതിയിലേക്ക് പോയതാ, അതിനുശേഷം നെഞ്ചുവേദന വന്ന് വീണെന്ന് വക്കീല വിളിച്ച് പറഞ്ഞത്. അവനൊരു ഇഞ്ചക്ഷൻ കൊടുക്കണം, അതിനൊന്ന് സഹായിക്കണം മോളെ. അവർ തൊഴുകയോടെയാണ് സോണിയോട് പറയുന്നത്. അപ്പോൾ സോണി പറയുന്നുണ്ട്, ചില്ലി കാശ് ഞാൻ സഹായിക്കില്ല. എൻ്റെ ഭർത്താവ് ഇവിടെ അഡ്മിറ്റാ. നിങ്ങളുടെ കൊച്ചുമോനാ എൻ്റെ ആൽബിയേട്ടൻ്റെ തല തല്ലിപ്പൊളിച്ചേ. കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം ഭാനുമതി ചോദിക്കുന്നുണ്ട്, മോളെ അത് അവനാണെന്ന് വല്ല തെളിവുണ്ടോ? നിങ്ങളുടെ കൊച്ചുമോൻ തന്നെയാണ് അത് ചെയ്തത്, സോണി അരിശത്തോടെ പറയാണ്. കോടതി വിധി എന്താണെന്ന് അറിയില്ല മോളെ. എന്തായാലും കോടതിയിൽ നിന്നും പ്രകാശനെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്. കൂടെ വിക്രം ഇല്ലായിരുന്നു. അവൻ എന്തു പറ്റിയെന്ന് അറിയത്തില്ല. അവർ കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പം സോണി പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ അറിഞ്ഞോളൂ നിങ്ങളുടെ കൊച്ചുമോൻ എന്താ പറ്റിയെന്ന്. പിന്നെ നിങ്ങളുടെ മൂത്ത കൊച്ചുമോളും രതീഷ് ഏട്ടനും ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ചെക്കപ്പിനായിട്ട്. നിങ്ങൾ അവരോട് ചെന്നിട്ട് കാശ് ചോദിക്ക്. വിക്രത്തേക്കാളും വലിയ കുറ്റവാളിയാ നിങ്ങളുടെ മോൻ. അയാൾക്ക് ഹൃദയം എന്ന് പറയുന്ന ഒന്നില്ല. അങ്ങനെയുള്ള അയാൾ തീരട്ടെ. ഒന്നും പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് ഭാനുമതി. അപ്പം സോണി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഈ ലോകത്ത് സഹജീവികളോട് കാരുണ്യമുള്ള കൂട്ടത്തിലായിരുന്നു ആ കല്യാണി. അങ്ങനെയുള്ള ആ കല്യാണി പോലും നെഞ്ചുവേദന വന്ന അയാളെ സഹായിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സഹായിക്കാതിരുന്നേ? അവൾ അങ്ങനെ ചെയ്താൽ അവളെ ദൈവം പോലും തിരിഞ്ഞു കൊത്തും. കാരണം അത്രത്തോളം ദുഷ്ടനാണ് അയാൾ മാത്രമല്ല നിങ്ങളും അങ്ങനെയാ. അതുകൊണ്ട് കരുണയുടെ ഒരംശം പോലും ഞാനോ കല്യാണിയോ നിങ്ങൾക്ക് തരില്ല. പിന്നെ രതീഷ് ഏട്ടനും നിങ്ങളെ സഹായിക്കുവാണെങ്കിൽ അത് ഭാഗ്യമായിട്ട് കൂട്ടിക്കോ. ഗൈനക്കോളജിസ്റ്റിൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട് അവർ. അങ്ങോട്ട് ചെന്ന് സഹായം അഭ്യർത്ഥിക്ക്. അവരിനി സഹായിച്ചാലും അതിൻ്റെ ഒരംശവും കല്യാണിക്ക് അവകാശപ്പെട്ടതാ. കാദംബരി ചേച്ചിക്ക് ജോലി കൊടുത്തിരിക്കുന്നത് കല്യാണിയാ. എന്ത് സാമ്പത്തിക സഹായവും കാദംബരി ചേച്ചിയും രതീഷ് ഏട്ടനും നിങ്ങൾക്ക് തന്നാലും ശരി, അതെല്ലാം കല്യാണിയുടെയും കിരണേട്ടൻ്റെയും സഹായമായിട്ട് കൂട്ടിക്കോ. അപ്പം എല്ലാത്തിനും കേട്ടു നിന്നതിന് ശേഷം അവസാനം ഭാനുമതി പറയുന്നുണ്ട്, മോളുടെ ഭർത്താവിനോട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല മോളെ. അപ്പോൾ അത് കേട്ടു നിന്നിട്ട് സോണി സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്നെ അവൻ ചതിച്ചു. അതിനുശേഷം എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായ പാവപ്പെട്ട ആൽബിയേട്ടനെ അവൻ തലക്കടിച്ചു. അതുമാത്രോ, ശരണ്യയുടെ കാര്യോ? അവളുടെ ഭർത്താവിനെ കോമ സ്റ്റേജിലാക്കിയില്ലേ. അങ്ങനെ ഒരു ആങ്ങളെ, അങ്ങനെ റിപ്പറിനെ പോലെ പെരുമാറുന്ന ഒരാങ്ങളെ ഒരു പെങ്ങള് കൊല്ലാൻ ആഗ്രഹിച്ചാൽ അത് 100% സത്യസന്ധമായ കാര്യമാണ്. സോണി ഉള്ളിൽ തട്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ കേട്ടു നിൽക്കാനേ ഭാനുമതിക്ക് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. സോണി പറയുന്നുണ്ട്, കല്യാണി 100% സത്യസന്ധതയുള്ള പെണ്ണാ. അങ്ങനെയുള്ള കല്യാണിക്ക് അവളുടെ അച്ഛനോടും ആങ്ങളയോടും ക്ഷമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളോട് ആരോടും സഹായം ചോദിച്ച് നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞ് സോണി അവിടുന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. വീണ്ടും അവരറിയാതെ വിളിച്ചു പോകുന്നുണ്ട്, മോളെ. അപ്പോഴേക്കും സോണി നിന്നിട്ട് പറയുന്നുണ്ട്, വേണ്ടാന്ന് പറഞ്ഞില്ലേ. എത്ര കരഞ്ഞ് കാല് പിടിച്ചാലും ശരി, കണ്ണീരൊഴുക്കിയാലും ശരി, നിങ്ങളുടെ മുന്നിൽ എൻ്റെ മനസ്സലിയില്ല. അത്രയും വെറുപ്പോടു കൂടിയാണ് സോണി അവിടുന്ന് നടന്നു നീങ്ങുന്നത്. അവസാന പ്രതീക്ഷയും കൈവിട്ടുന്ന പോലെയാണ്
അമ്മൂമ്മ അവിടെ നിൽക്കുന്നത്. കാരണം എല്ലാവരും വെറുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ അവർ സ്വയം ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് സോണി പറഞ്ഞത് പ്രകാരം ഗൈനക്കോളജിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ രതീഷും കാദംബരി ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവരവിടെ വെയിറ്റിങ്ങിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വേഗം ഓടിച്ചാടി പോകുന്നുണ്ട്. എന്നിട്ട് കാദംബരിയുടെ അടുത്തായിട്ട് പറയുന്നുണ്ട്, എടി മോളെ, നിൻ്റെ അച്ഛനെ ഇവിടെ ICU കിടത്തിയിരിക്കുക. അപ്പോൾ കാദംബരി ചോദിക്കുക, ഓ അപ്പോൾ കൂടെ കൊച്ചുമോനില്ലേ? രതീഷ് തമാശയാക്കി ചോദിക്കുന്നുണ്ട്. അയ്യോ ഇല്ല, അവന് കോടതിയിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, അവർ സങ്കടത്തോടെ പറയാണ്. അപ്പോൾ രതീഷും കാദംബരിയും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ പറയാണ്, അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞതുമില്ല. എന്തായാലും പ്രകാശന് കുറച്ച് കൂടുതലാണെന്നാണ് പറഞ്ഞത്. അവർ നിറകണ്ണുകളോടെയാണ് രണ്ടുപേരോടായിട്ട് പറയുന്നത്. പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ എടുക്കണം, അതുപോലെ അവന് വേണ്ടുന്ന മരുന്നുകളൊക്കെ വാങ്ങിക്കണം. അതിനെൻ്റെ കയ്യിൽ കാലണയില്ല മക്കളെ, അതിന് നിങ്ങളൊന്ന് എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂപ്പ് കൈയുമായിട്ട് നിറകണ്ണുകളോടെ നിൽക്കുകയാണ്. അപ്പം കാദംബരി രതീഷിനെ നോക്കുമ്പോൾ രതീഷ് പറയുന്നുണ്ട്, അതെ ഞങ്ങൾ സഹായിക്കത്തില്ല, അങ്ങേർക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ കാദംബരിയും പറയുന്നുണ്ട്, ഇനി സഹായിക്കണമെങ്കിൽ തന്നെ കല്യാണി പറയണം. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസക്ക് കുറവൊന്നുമില്ല, ആവശ്യത്തിനുള്ള പൈസ അവൾ തരുന്നുണ്ട് മാസാമാസം. പക്ഷേ അവളുടെ പൈസയാ, അവളുടെ കമ്പനീൻ്റെ പൈസ. അത് കിരൺ സാറും കല്യാണിയും അറിയാതെ ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ കേട്ടിട്ട് കരഞ്ഞുകൊണ്ട് അവർ വീണ്ടും പറയുന്നുണ്ട്, അവൻ വല്ലാത്തൊരവസ്ഥയില്ല, പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ കൊടുത്തില്ലെങ്കിൽ അവന് വല്ലതും സംഭവിക്കും. അപ്പം രതീഷ് ഒരു കൂസലില്ലാതെയാണ് പറയുന്നത്, സംഭവിക്കട്ടെ, സമൂഹത്തിന് ബാധ്യതയായി മകനെ വളർത്തിയ അച്ഛനല്ലേ. അപ്പം അമ്മൂമ്മ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടിയാണ് ഇവരെയൊക്കെ നോക്കുന്നത്. ഇങ്ങനെ കണ്ണിച്ചോരില്ലാതെ പെരുമാറുന്ന എന്നൊരവസ്ഥയിൽ അയാളൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? രതീഷ് പുച്ഛത്തോടെയാണ് പറയുന്നത്. അപ്പം ഭാനുമതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മക്കൾ വിഷം തുപ്പിയാലും അമ്മമാർക്ക് മക്കളെ സ്നേഹിച്ചേ പറ്റൂ. അപ്പോൾ രതീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദേണ്ടേ ഒരു പ്രായം തെറ്റിക്കഴിഞ്ഞാൽ മക്കൾ വഴിതെറ്റിപ്പോയാൽ അച്ഛനമ്മമാർ അവരെ തള്ളിക്കളയും. ഇത് കട്ടും മോട്ടിച്ചു നടക്കുന്നവനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ മോൻ. അത് അമ്മൂമ്മയ്ക്കും തിരിച്ചൊന്നും പറയാനില്ലാത്തൊരു ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ രതീഷ് പുച്ഛത്തോടെ പറയുന്നത്, സത്യം പറഞ്ഞാൽ അയാൾ കുറച്ച് നേരത്തെ തീർന്നു പോയിരുന്നെങ്കിൽ ആ ചെറുക്കൻ കുറച്ചുകൂടെ നന്നായേനെ. ഇനിയിപ്പോൾ അവൻ എവിടുന്നെങ്കിലും പൈസ കൊണ്ടുവരട്ടെ അവൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്താൻ. അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട്, അതിന് അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ മോനെ. അറിയില്ലെങ്കിലേ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്ക്, കാദംബരിയും പറയുന്നുണ്ട്. അപ്പോൾ അവർ സ്വയം ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇനി ഞാൻ ആരോട് പോയി പണം കടം ചോദിക്കാനാണ് എൻ്റെ ദൈവമേ. അവരിങ്ങനെ സ്വയം പിറുപിറുത്തോണ്ട് നടക്കുകയാണ്. എന്തൊരു കഷ്ടമാണ് ഇവിടുത്തെ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവർ പോയതിന് ശേഷം കാദംബരി രതീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സഹായം ചെയ്യേണ്ടേ രതീഷേട്ടാ? അതൊന്നും വേണ്ട, കല്യാണി അറിയാതെ നമ്മളൊന്നും ചെയ്യണ്ട. തലയിൽ കെട്ടൊക്കെ ആയിട്ടാണ് ആൽബി മുറിയിലിരിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സോണി കയറി വരുന്നത്. സോണി അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മുൻ ഭർത്താവിൻ്റെ അമ്മായി അച്ഛനെ. അപ്പം ആൽബി അതിശയത്തോട് ചോദിക്കും, ആരുടെ? വിക്രത്തിൻ്റെ അച്ഛനെയോ? അതെ, അറ്റാക്കാ, അവൻ ജയിലായതിൻ്റെ ഷോക്കിൽ വീണു പോയതാ. അല്ല, സോണി അങ്ങേരെ കണ്ടായിരുന്നോ? ഇല്ല, അയാളുടെ അമ്മയെ കണ്ടു. അയാളുടെ ട്രീറ്റ്മെൻറ്റ് നടക്കണമെങ്കിൽ പൈസ കെട്ടണം, അതിനുവേണ്ടി ഓടി നടക്കുക അയാളെ നശിപ്പിച്ച അയാളുടെ അമ്മ. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത് സോണി. അപ്പോൾ സോണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ ആൽബി ഏട്ടാ, ഈ ലോകത്ത് തല്ലാനും കൊല്ലാനും വരുന്നവരോട് പോലും ക്ഷമിക്കുന്ന കൂട്ടത്തിലായിരുന്നു കല്യാണിയും അവളുടെ അമ്മയും ഒക്കെ. ഇപ്പോൾ അവർ പോലും കൈയൊഴിഞ്ഞു, ഇവിടെ കിടന്ന് ഓടുന്ന ആ സ്ത്രീയെയും അവരുടെ മോനെയും. എന്ന് വെച്ചാൽ സഹായിച്ചാലും ആ സഹായം സ്വീകരിച്ച് മാറി നിന്ന് ദുഷിക്കുന്നവരാ. സഹായിച്ചവരെ തകർക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാ വിക്രവും അവൻ്റെ അച്ഛനും അമ്മൂമ്മയും ഒക്കെ. അപ്പോൾ ആൽബിയും പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാലോ, എങ്കിലും ഒരു മനുഷ്യൻ തകർന്ന് തരിപ്പണമാവുമ്പോൾ നമ്മൾ അവരുടെ ഗതികേട് കണ്ട് സന്തോഷിക്കാൻ പാടില്ല. അപ്പോൾ സോണി പറയുന്നുണ്ട്, ഇത് സന്തോഷമല്ല, ദേഷ്യ. ഇപ്പോൾ ആൽബിയേട്ടൻ ഇങ്ങനെ കിടക്കാൻ കാരണാരാ? അത് മാത്രമാണോ? അന്ന് കോടതിയിൽ നടന്ന രംഗങ്ങൾക്ക് ഞാനും സാക്ഷിയാ. ആൽബിയേട്ടനേക്കാളും ദയനീയമായ അവസ്ഥയിലാണ് ശരണ്യയുടെ ഭർത്താവിനെ അന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നത്. കോമ അവസ്ഥയിലാണ് മനോജേട്ടൻ. അതൊക്കെ കണ്ട ശേഷം എനിക്കും കല്യാണിക്കൊക്കെ വിക്രത്തെ അവൻ്റെ അച്ഛനെയൊക്കെ കൊല്ലണം എന്നുള്ള ദേഷ്യമായിരുന്നു. കാടിറങ്ങി വരുന്ന വന്യജീവികളെ ആരും സ്നേഹിക്കില്ലല്ലോ ആൽബേട്ടാ. അവരെ കൂട്ടിലാക്കുന്നത് പോലെ ഒരുത്തനെ ജയിലിലാക്കി. ഇനി അവനെ ഓർത്ത് കരയട്ടെ അവൻ്റെ അച്ഛനും അമ്മൂമ്മയും ഒക്കെ. അതേസമയം കല്യാണിയുടെ വീട്ടിൽ കല്യാണിയോടും കിരണോടുമായിട്ട് ദീപ പറയുന്നുണ്ട്, എനിക്കെൻ്റെ മോനോടും അവൻ്റെ അച്ഛനോടും ഒക്കെ ദേഷ്യമുണ്ടെന്ന കാര്യം ഉറപ്പാ. എങ്കിലും അവരെ സഹായിക്കണ്ടെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ സഹായിച്ചാൽ അവരാദ്യം തിരിഞ്ഞു കൊത്തുന്നത് നിങ്ങളുടെ രണ്ടുപേരെ ആയിരിക്കും. ഇപ്പം തന്നെ സോണി മോളുടെ ഭർത്താവിൻ്റെ തലക്കടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവനാക്കി മാറ്റി അവനെ അവൻ്റെ അച്ഛനും അമ്മൂമ്മയും കൂടി. അതുകൊണ്ട് പിന്നെ നിങ്ങളായിട്ട് സഹായമൊന്നും ചെയ്തു കൊടുക്കണ്ട. അപ്പോഴാണ് കാദംബരി കല്യാണിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്.
കല്യാണി, ഞാനിവിടെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ നമ്മുടെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ICUല. ഏതോ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടെന്ന്. അതിന് കാശ് വേണമെന്നും പറഞ്ഞ് ഓടി നടക്കുക അമ്മൂമ്മ. നിന്നോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അപ്പം കല്യാണി പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ചേച്ചിക്കിനി ചിലവുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചേച്ചി ഇനി കയ്യിൽ നിന്ന് പൈസ കളയണ്ട. അല്ല കല്യാണി, വിക്രത്തിനെന്താ സംഭവിച്ചത്? അത് ചേച്ചി അറിഞ്ഞില്ലേ? കോടതിയിൽ അവൻ്റെ വക്കീൽ തോറ്റു. ഇപ്പം അവൻ ജയിലിലാ. അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ടാ നമ്മുടെ അച്ഛൻ ഇപ്പോൾ വീണത്. അപ്പോൾ കാദംബരി ചോദിക്കുന്നുണ്ട്, ഓ അത് ശരി, അമ്മൂമ്മ അതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഹൃദയം നിന്നു പോവാൻ കാരണം മോനാണല്ലേ? ആ, അതിപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണല്ലോ. അതിൽ ഇനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അങ്ങനെയാണ് അവർ കോള് കട്ട് ചെയ്യുന്നത്. കോള് കട്ട് ചെയ്തതിന് ശേഷം കാദംബരി രതീഷോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കോടതി വിധി അവനെതിരായി, അവനിപ്പോൾ ജയിലിലാ. ഓ അത് ശരി, അപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോയ മോനെ കണ്ടിട്ടായിരിക്കും അച്ഛൻ്റെ നെഞ്ച് നിന്നു പോയത്. ആ, അങ്ങനെ കല്യാണി പറഞ്ഞത്. അതയാൾക്ക് വേണം. അയാളുടെ തകർച്ചയ്ക്ക് കാരണം കല്യാണിയല്ല, അയാളുടെ മോൻ തന്നെയാണെന്ന് അയാൾ മനസ്സിലാക്കണം. അപ്പോൾ കാദംബരി പറയുന്നുണ്ട്, എവിടെ മനസ്സിലാക്കാനാ? ഒരു ഗതിയും പരഗതിയും ഇല്ലാതാവുമ്പോൾ സ്വഭാവം അങ്ങ് മാറ്റും. അത് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നക്കാരനാവും. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഞാനേതായാലും അവരെ ഒന്ന് കാണട്ടെ, അവൻ്റെ അമ്മൂമ്മയെ. അവരേതായാലും ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കൊച്ചുമോൻ എന്താ സംഭവിച്ചതെന്ന് അവരറിയണമല്ലോ. അവൻ ജയിലിലായെന്ന് അവരെ അറിയിക്കണ്ടേ? വേണം. എന്നിട്ട് രതീഷ് അവർക്ക് അരികിലേക്ക് പോവുകയാണ്. ICUവിന് മുന്നിൽ നിൽക്കുന്ന അമ്മൂമ്മയുടെ അടുത്ത് വന്നിട്ട് രതീഷ് പറയുന്നുണ്ട്, അതെ, കൊച്ചുമോൻ്റെ വിവരം വല്ലതും അറിഞ്ഞായിരുന്നോ? ഇല്ല. അല്ലെങ്കിൽ തന്നെ അതൊക്കെ എന്താ അറിയാനുള്ളത്? അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മോന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. കോടതി വിധി അവനെതിരാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ മോന് നെഞ്ചുവേദന വന്നത്. അപ്പോഴേക്കും അവർ ചാടി എഴുന്നേക്കാണ്. അയ്യോ, എൻ്റെ കൊച്ചിപ്പോൾ ജയിലിലാണോ? അത് കണ്ടിട്ട് രതീഷ് പറയുന്നുണ്ട്, അയ്യേ, അതിനെന്തിനാ ഈ നെഞ്ചത്ത് കൈവെക്കുന്നത്? അവന് ജയിലിൽ പോകേണ്ടവൻ തന്നെയല്ലേ? ദേണ്ടേ, അവൻ ശരണ്യ എന്ന് പറഞ്ഞ പെങ്കൊച്ചിൻ്റെ ഭർത്താവിനെ ആദ്യം കോമാ സ്റ്റേജിലാക്കി. ഇപ്പം സോണിയുടെ ഭർത്താവിനെയും ഹോസ്പിറ്റലിലാക്കി. അങ്ങനെയുള്ളവൻ ജയിലിൽ തന്നെ കിടക്കണ്ടേ? ഷോ, നിങ്ങളൊക്കെ എങ്ങനെയാ അവനെ വളർത്തിയത്? ദേണ്ടേ, തുറന്നു പറയാലോ, അവനെ കൊന്നു കുഴിച്ചു മൂടേണ്ട സമയം കഴിഞ്ഞു. ലാളിച്ചു വളർത്തിയ അച്ഛനും അമ്മൂമ്മയും തന്നെയാ ആ കർമ്മം ചെയ്യേണ്ടത്. അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പട്ടട വെക്കും അവൻ. അച്ഛനും അമ്മൂമ്മയ്ക്കും പിണ്ടം വെക്കും. അപ്പം ഭാനുമതി പറയുന്നുണ്ട്, അത് ശരിയാ മോനെ, ഇപ്പോഴെനിക്കത് മനസ്സിലായി. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവത്തില്ല. നിങ്ങളും നിങ്ങളുടെ മോനും ഈ ജന്മം നന്നാവത്തില്ല. കല്യാണിയാ അവൾക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചത്. വിക്രത്തിന് വേണ്ടി വാദിച്ചത് പേരെടുത്ത വക്കീലാ, ജോർജ് വക്കീൽ. എന്നിട്ട് എന്താ സംഭവിച്ചത്? വക്കീൽ പരീക്ഷയൊന്നും പാസ്സാവാത്ത കല്യാണി നിഷ്പ്രയാസ ജയിച്ചത്. എന്തുകൊണ്ടാണ് ജയിച്ചതെന്ന് ചോദിക്കേ. അതുപോലെ നിങ്ങളുടെ കൊച്ചുമോൻ്റെ ഭാഗത്ത് തെറ്റുള്ളത്. നേരും നെറിയില്ലാത്തൊരു പക്ക ക്രിമിനലാ അവൻ. അവന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന നിങ്ങളും നിങ്ങളെ മോനും ഉണ്ടല്ലോ, നരകിച്ച് ചാവണം. ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും കഞ്ഞി കുടിച്ച് പോകുന്നുണ്ടെങ്കിലേ അത് കല്യാണിയുടെയും അവളുടെ ഭർത്താവിൻ്റെയും കരുണ കൊണ്ടാ. അവരെ തോപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട് മോനെ. എനിക്കിപ്പോൾ 10-75 വയസ്സായി. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ മോനെ? അപ്പം രതീഷ് പറയാ, സഹായിക്കുമായിരുന്നല്ലോ. കല്യാണി നിങ്ങളെ പൊന്നുപോലെ നോക്കിയേനെ. ഇതാണ്ടേ ഇപ്പം കല്യാണിയുടെ അമ്മയെ നോക്കുന്നില്ലേ കിരൺ സാറും കല്യാണിയൊക്കെ. പക്ഷേ നിങ്ങളെന്നും നിങ്ങളുടെ മോനും കൊച്ചുമോനും ഒപ്പം ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ കിടന്ന് നരകിക്കുന്നേ. ഇനിയെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വന്നില്ലെങ്കിൽ ഇതിനേക്കാളും ദയനീയമായിരിക്കും നിങ്ങളുടെ അവസ്ഥ. ഇങ്ങനെ മാറ്റം വരുന്നതായിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ല. ഉള്ളിത്തട്ടി കല്യാണി കല്യാണി എന്ന് വിളിക്കണം, ദൈവത്തെ വിളിക്കും പോലെ. അവൾ പെൺകുട്ടിയായിരുന്നെങ്കിലും ദൈവം നിങ്ങൾക്ക് തന്ന പുണ്യമായിരുന്നു കല്യാണി. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കും നിങ്ങളുടെ മോനും ഇല്ലാതെ പോയി. അവിടെയാണ് ദൈവം നിങ്ങളെ തിരിഞ്ഞു കൊത്തിയത്. അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട്, എല്ലാം മനസ്സിലായി മോനെ. ഇനി അതൊക്കെ മനസ്സിലാക്കിയിട്ടേ ഞാൻ മുന്നോട്ട് പോകൂ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അതായിരിക്കും അവസ്ഥ. അകത്തൊരുത്തൻ കിടപ്പില്ലേ, എൻ്റെ അമ്മായി അച്ഛൻ. അയാൾ ചത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ അവരിങ്ങനെ സങ്കടത്തോടെ നോക്കുകയാണ്. പിന്നെ ജയിലെടുത്താൻ കിടപ്പില്ലേ, അവനെ തൂക്കിക്കൊല്ലാൻ കൂടെ വിധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു കുഴപ്പമില്ല. നിങ്ങളെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി നിങ്ങളെ കല്യാണി നോക്കിക്കോളും. അവനൊക്കെ ജീവിച്ചിരിക്കുന്നതാ നിങ്ങളുടെ ദുരന്തം, അത് മനസ്സിലാക്കിക്കോ. അതും പറഞ്ഞ് വെറുപ്പോടെ രതീഷ് അവിടുന്ന് പോവുകയാണ്. കല്യാണി നേരെ രൂപക്കരികിലേക്കാണ് പോകുന്നത്. രൂപ സന്തോഷത്തോടെ ക്ഷണിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, കോടതിയിലെ രംഗങ്ങളൊക്കെ കണ്ട ശേഷം വീണു പോയതാ എൻ്റെ അച്ഛൻ. ഇപ്പോൾ പൈസ ഇല്ലാതെ നെട്ടോട്ട് ഓടുവാണെന്നാ കാദംബരി ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞേ. അപ്പോൾ രൂപ പറയുന്നുണ്ട്, മോളെ അതൊക്കെ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ രൂപ പറയുന്നുണ്ട്, മോൾക്ക് മോളുടെ അച്ഛനെ പോയി കാണണമെങ്കിൽ കാണാം. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ആൾക്കാർക്ക് ആപത്ത് വരുമ്പോൾ അവർ മുൻപ് ചെയ്ത പ്രവൃത്തികളൊക്കെ മറക്കണം എന്നാണ് പറയാറ്. പക്ഷേ വിക്രത്തെ ഓർക്കുമ്പോൾ അവൻ്റെ ഒപ്പം തന്നെ ദേഷ്യ അവൻ്റെ അച്ഛനോടും. ഇത്രയൊക്കെ ആയിട്ടും മകനെ വെറുക്കാൻ അവൻ്റെ അച്ഛനായിട്ടില്ല. അതിനിനി കഴിയുമെന്ന് തോന്നുന്നില്ല മോളെ. അയാൾ ഈ ലോകത്ത് ജീവിക്കുന്നത് തന്നെ അവന് വേണ്ടിയിട്ടാണ്.
ഇനി ജയിലിൽ നിന്ന് വരുമ്പോഴും അയാൾക്ക് അയാളുടെ മോൻ രാജകുമാരൻ തന്നെയായിരിക്കും. സ്വന്തം തെറ്റുകളൊക്കെ മനസ്സിലാക്കി എൻ്റെ അച്ഛനും അമ്മൂമ്മയും എൻ്റെ അരികിലേക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ മനസ്സിലും വീട്ടിലും ഒരിടം നൽകിയേനെ. ഇവിടെ എന്നേക്കാൾ പാവ എൻ്റെ അമ്മ. ആ അമ്മ പോലും പറയുന്നത് ഇനി അവരെ ആരെയും വീട്ടിലേക്ക് വിളിക്കരുതെന്നാ. അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മോളുടെ അമ്മ, രൂപ പറയുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് ഷാരി വരുന്നുണ്ടായിരുന്നു. ഡ്രൈവറോട് ലിസ്റ്റ് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഏൽപ്പിച്ചിട്ടാണ് ഷാരി രൂപയുടെ വീട്ടിലേക്ക് കയറി പോകുന്നത്. മുറ്റത്തെത്തിയപ്പോൾ കല്യാണിയുടെ കാറ് കണ്ടപ്പോൾ ഷാരിക്ക് സംശയമുണ്ട്. അയലത്തെ കാറാണല്ലോ, ഇനി അവളും അവനും അവിടെ ഉണ്ടാവോ? അപ്പോൾ നേരിട്ട് കയറി ചെല്ലണ്ട, ഹാളിൽ ഇരിക്കുകയാണെങ്കിൽ അവരെ സംസാരം കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാരി അകത്തേക്ക് പോകുന്നത്. അപ്പോൾ രൂപ കല്യാണിയോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താ കല്ലുമോനെ കൊണ്ടുവരാഞ്ഞത്? മോനെ കാണാൻ കൊതിയാവുക. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ തടസ്സമൊന്നുമില്ലല്ലോ, അയൽവക്കംകാർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മയ്ക്ക് അങ്ങോട്ട് വന്നൂടെ? വരണം, കുറച്ച് ദിവസം അവിടെ വന്ന് താമസിക്കണം. ഇതൊക്കെ കേട്ട് ഒളിച്ചു നിൽക്കുകയാണ് ഷാരി. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.